അങ്ങനെ ആ സുദിനം വന്നെത്തി. അതായത് അയോധ്യയിൽ ഇന്ന് പ്രതിഷ്ഠ നടക്കുകയാണ്. വളരെ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കട്ടൺ റൈസർ രണ്ടോളം വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഇത് വലിയൊരു ആഘോഷമായി മാറും. എന്താണെന്ന് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്? ദീപാവലി പോലെയാണ് അവിടുത്തെ സെലിബ്രേഷൻ മുഴുവനും. അതായത് ഒന്നടങ്കം ഇന്ത്യക്കാർ ഇളകി. കാരണം നൂറ്റാണ്ടുകളായിട്ട് അവരുടെ ഒരു ഡിമാൻഡായിരുന്നു. കാരണം ഇന്ത്യയുടെ ഐക്കോണാണ് രാമൻ. രാമൻ്റെ ജന്മസ്ഥലം, അവിടെ പൂജ നടത്തണം, അവിടെ അമ്പലം പണിയണം. ഇതൊക്കെ കഴിഞ്ഞൊരു ഗ്ലോബലായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാർക്കും താല്പര്യമുള്ള വിഷയമായിരുന്നു. ചിലരതൊക്കെ ഇമോഷണലായിട്ട് കൊണ്ടു നടന്നതാണ്. രാം ഭക്തർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ, വലിയൊരു വിഭാഗം തന്നെ ഇന്ത്യയിലെമ്പാടുമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഡിബേറ്റും ഡിസ്കഷനും ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലിലും മീഡിയയിലും മറ്റു പലയിടത്തും നടക്കുന്ന സമയത്ത് കേരളത്തിൽ വളരെ നെഗറ്റീവായിട്ടാണ് ഇതിൻ്റെ ഡിബേറ്റുകളൊക്കെ നടക്കുന്നത്, വളരെ നെഗറ്റീവായിട്ട്. പക്ഷേ ഇതൊക്കെ വളരെ മോശമായ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ ഒരു ഐക്കോണാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ മതവിശ്വാസികളാണ്. അപ്പം ഇതിൻ്റെ പഴയ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ, മുഗൾ വംശവും അതിൻ്റെ സംഭവ ചരിത്രം പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മുഗൾ രാജവംശം ഇന്ത്യ ഭരിച്ച ചരിത്രം ഏറ്റവും അതിക്രൂരമായ, ഏറ്റവും വൃത്തികെട്ട ഭരണകർത്താക്കളായിരുന്നു മുഗൾ രാജവംശം എന്ന് പറയുന്നത്. ആ ഹിസ്റ്ററി മുഴുവനും ഡിസ്റ്റോർട്ടഡായിട്ട്, തെറ്റായിട്ട് ഇന്ത്യയുടെ ഇടതുപക്ഷക്കാർ ആ ചരിത്രം എഴുതി മാറ്റി. ഏറ്റവും ക്രൂരന്മാരായിരുന്നു. ഏറ്റവും ക്രൂരന്മാർ എന്ന് വെച്ചാൽ സ്ത്രീകളോട് ഇതേപോലെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള രാജവംശം ഈ ലോകത്തിലുണ്ടായിട്ടില്ല. അത്ര ക്രൂരമായിരുന്നു അവർ. അപ്പം ആ ഒരു സംഭവത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല ചരിത്രകാരന്മാർ പലതും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ് റീറൈറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ വളരെ അവൈലബിളാണ്. കാരണം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ കേരളമായിട്ട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ കോയമ്പത്തൂർ. ഈ കോയമ്പത്തൂർ വ്യവസായ മേഖലയിൽ ഏകദേശം 25% കൂടുതൽ നായിഡു കമ്മ്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതായത് വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. നായിഡു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ മാർവാടി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പോലെയാണ്. അവർക്ക് വിശ്വാസമൊക്കെ ഉള്ളവരാണ്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഈ കോയമ്പത്തൂരോട്ട് വന്നത്? ചരിത്രം എടുത്ത് നോക്കുക. അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവരവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ അവർ നല്ല ബിസിനസ്സുകാരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു ബിസിനസ് ചെയ്ത് വളരെ വളരെ സൗണ്ടായിട്ടുള്ള ബിസിനസ്സുകാരായി മാറിയത്. അതേപോലെ ഇന്ത്യയുടെ ഓരോ പോക്കറ്റുകളെടുത്ത് നോക്കുക. മുഗൾ രാജവംശം എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അവിടുന്ന് അന്നത്തെ കാലത്ത് പലരും അന്നും മൈഗ്രേറ്റ് ചെയ്തു, പല ഭാഗത്തോട്ടും പോയി. അപ്പോൾ അത്ര ക്രൂരമായ രീതിയിൽ ഉണ്ടായ ശേഷം, ആ ചരിത്രം ഉണ്ടായ ശേഷം, അതിനുശേഷം അവരുടെ ഒരു ഐക്കോണിക് ഫിഗർ രാമൻ്റെ ജന്മസ്ഥലം നശിപ്പിച്ചിട്ട്, അമ്പലവും നശിപ്പിച്ചിട്ട്, ഇതിൻ്റെ തെളിവുണ്ട്, ഇതിനകത്ത് ഡോക്യുമെൻ്റ് തെളിവാണ്. അവിടെ മസ്ജിദ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന കേസുകളാണ്. അപ്പം അതിനൊരു പരിസമാപ്തി ഉണ്ടായി. അതിൻ്റെ ഉത്സവമാണ് ഇന്ന് ലോകം മുഴുവനും. അതായത് ഇന്ത്യക്കാർ ലോകത്തെവിടെയുണ്ടോ അവരൊക്കെ ഇത് ആഘോഷിക്കുന്നതിൻ്റെ കാരണം. അതിനെയാണ് കേരളത്തിൽ വളരെ നെഗറ്റീവായിട്ട്, അതിൻ്റെ നെഗറ്റീവ് എലമെൻറ്റ്സ് എടുത്തിട്ട് അത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. പിന്നെ ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരു മലയാളത്തിലെ റൈറ്ററിൻ്റെ ഒരു കമൻറ്റ് കണ്ടു, കുത്തിക്കൊല്ലുകയാണ്. ഇപ്പോൾ പത്മനാഭൻ ഇത്രയും നാളും ഈ പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ കഴുത്തറുത്ത് കൊന്നവർ ആരാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബ്ലാസ്റ്റ് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊന്നത് ആരാണ്? ഹിന്ദുക്കളാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഹിന്ദു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ
വണ്ടി കയറ്റി ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോയി കൊന്നിട്ടുണ്ടോ? ഇപ്പം വായി തോന്നുന്ന വിടുവാത്തരം വിളിച്ച് പറയുന്ന ആ ആ ആ ആ വെടല വൃദ്ധൻ, അതൊക്കെ തലയ്ക്ക് വട്ടാണ്. ഇവരൊക്കെ ബേസിക്കലി ഈ ഓരോ കാര്യങ്ങളും പറയുന്നതിൻ്റെ അകത്ത്, അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് എന്തെങ്കിലും സഹായം അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേജ് കൊടുക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം റൈറ്റേഴ്സ് ഇവർക്ക് ഈ നട്ടല്ലില്ലാത്തവരാണ്. MT വാസുദേവൻ നായർ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ തൂങ്ങാൻ M മുകുന്ദനും ഉള്ള ചവറെല്ലാം കൂടെ പുറകെ പോയി. അപ്പോൾ കേരളത്തിൽ ഇത്രയും നാളും നടക്കുന്നത് ആൻറ്റി ജനാധിപത്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ വയറ്റിപ്പഴപ്പ്. ഒരു സാഹിത്യകാരൻ പറഞ്ഞൊരു വാക്കാണ്, വയറ്റിപ്പഴപ്പാണ് ഞങ്ങളുടെ ഇതൊക്കെ. അവർക്ക് സ്ഥാനം വേണം, പോസ്റ്റുകൾ വേണം, അതിന് വായി തോന്നുന്നൊക്കെ വിടുവാത്തരം വിളിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വന്നു കഴിയുമ്പോൾ നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾ മൂലയ്ക്കാക്കി. നിങ്ങൾക്ക് പഴയ പോലെ എത്ര പുസ്തകങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ട് പഴയ പോലെ ഒരു മൈലേജ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം? കാരണം ഇപ്പോഴാണിത് ഈ പണ്ടാര ബോക്സ് പോലെ ഇത് തുറക്കുന്നത്. ഇപ്പോൾ ലോകം തുറന്നു കഴിഞ്ഞപ്പോൾ ലിബറലൈസേഷൻ ശേഷം ലോകം തുറന്നു കഴിഞ്ഞപ്പം ഈ അധികം പേരും ഇത് അവരുടെ പുസ്തകങ്ങളെല്ലാം കോപ്പി അടിച്ചേക്കുക. ഇതാ ഉണ്ടായത്. M മുകുന്ദൻ്റെ കാര്യം എന്ത്? ഫ്രഞ്ച് സാഹിത്യം എടുത്ത് കോപ്പി അടിച്ച് മലയാള സാഹിത്യമാക്കി കൊടുക്കുക. അയാൾ ഇവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ്. ഇതേപോലെ ഒത്തിരി എണ്ണമുണ്ട് ചവറുകൾ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നു. ആ സൊല്യൂഷൻ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഇതേപോലെ ഇഷ്യൂ ഉണ്ടാവുകയില്ല. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഏത് ടെമ്പിൾ ആണെങ്കിലും ഏതാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഇതേപോലൊരു ഇഷ്യൂ ഇനി ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. എന്താണ് VS നൈപോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിന് ഞാൻ ഡൽഹിയിൽ 2001 പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് വളരെ കൃത്യമായിട്ട്. അതായത് ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ മൂവ്മെൻ്റാണ് അയോധ്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സത്യമാണ്. ഓരോ വില്ലേജുകളിൽ നിന്നും നാടുകളിൽ നിന്നുമാണ് ഇതിൻ്റെ ഇഷ്ടികയാണെങ്കിലും കല്ലുകളാളും അന്ന് പൂജിച്ചുകൊണ്ട് വന്നത്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അതെങ്കിലും മനസ്സിലാക്കുവാൻ കേരളത്തിലെ ഈ ടെലിവിഷൻ ചാനലൊന്നും ഇതേപോലെയുള്ള അഭിപ്രായം പറയാൻ ആ സ്റ്റേജിൽ വന്നിരിക്കുന്ന ആ ഡയസിലിരിക്കുന്നവർ പക്ക വർഗീയവാദികളാണ്. അവരെ പിടിച്ചിരുത്തിയിട്ടാണ് ഈ പബ്ലിക് അനൗൺസ്മെൻറ്റ് രീതിയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പം അങ്ങനൊരു ചാൻസ് കൊടുക്കുന്നത് വലിയൊരു ആൻറ്റി നാഷണൽ അല്ല, ഒരു ശതമാനം പോലും നീതിക്ക് യുക്തമല്ല. അപ്പോൾ ഹാഗിയ സോഫിയ എന്താ ഉണ്ടായത്? ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ചായിരുന്നു. തുർക്കി പ്രസിഡന്റ് അത് പിടിച്ചു മാറ്റി, അത് ഇസ്ലാമിക മോസ്കാക്കി മാറ്റി. പക്ഷെ ഇതങ്ങനല്ല. ബേസിക്കലി ഇത് പണ്ട് മുതൽ 1000 വർഷത്തിന് മുകളിലുള്ള ചരിത്രമാണ്. ഇത് റാം ടെമ്പിളായിരുന്നു. അതിന് മുഴുവൻ തെളിവുകളുണ്ട്. അത് ഈ ബാബർ എന്ന് പറഞ്ഞ ദുഷിച്ച വൃത്തികെട്ട ഭരണാധികാരി അതിനെ മസ്ജിദാക്കുന്നു. ഈ പറയുന്ന മുഗൾ ഭരണത്തിലുള്ളവർ ഹിന്ദുക്കളെ മാത്രമൊന്നുമല്ല ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തേക്കുന്നത്. പലരെയുണ്ട്. ഇപ്പോൾ സിഖുകാർ, അവരുടെ പല ഗുരുക്കന്മാർ, ഇവരൊക്കെ ഏത് രീതിയിലാണ് ഫൈറ്റ് ചെയ്തത്? ഇപ്പോൾ സിഖുകാരെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ പോയി. അത് പിന്നെ വാറായി, പ്രശ്നമായി. എത്രയോ സിഖ് ഗുരുക്കൾ, അതായത് അവരെ തീയിലിട്ട് കൊന്നിട്ടുണ്ട്. എത്രയോ പേരുടെ തല വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. ആ ചരിത്രത്തെ പറ്റി പറയുന്നില്ല. അങ്ങനാണെങ്കിൽ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ കൊലപാതകങ്ങളും തല വെട്ടിക്കളഞ്ഞതും കൈവെട്ടിക്കളഞ്ഞതും ആരാണ്? ഹിന്ദുക്കളാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ യുണീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ ടോളറൻസ് ഉള്ളവർ. അവരെ ആരെയും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും ഇവിടെ കയറി നിരങ്ങിയത്. അപ്പം അവരെ കാണാൻ വന്നു, അവിടെ ഭരിച്ചു, അവരെ നശിപ്പിച്ചു. ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് പോയി ബ്രിട്ടീഷുകാർ, ശരിക്കും കൊള്ളയടിച്ചുകൊണ്ട് പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ ഫോഴ്സ്ഫുള്ളി കൺവേർഷൻ നടത്തിയിരുന്ന ഇന്ത്യ എന്നേ കൺവേർട്ടായി പോയേനെ. സിമ്പിളാലോ, 200 വർഷം ഭരിച്ചിട്ട്.
അപ്പോൾ അവരതിനൊന്നുമില്ല, അവർ കച്ചവടത്തിന് ഒന്ന് പണം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ കൺവേർഷൻ ഏറ്റവും കൂടുതൽ നടന്നത് മുഗൾ രാജവംശങ്ങളായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ പോകട്ടെ, ഇതൊക്കെ പഴയ കഥ. നമ്മൾ ഈ പഴയ പോസ്റ്റ്മോർട്ടം എടുത്ത കഥകൾ തിരികെ വീണ്ടും കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഇന്ത്യയാണെങ്കിലും ലോകമാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും ഒറ്റ ഇന്ത്യയായിട്ട്, രാമൻ എന്ന് പറയുന്ന ഒറ്റ ഇന്ത്യയാണ്, സിംഗിൾ ഇന്ത്യയാണ് ആഘോഷിക്കുന്നു. അതിലെല്ലാവരും പാർട്ടാകുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഉറപ്പായിട്ടും അതിൻ്റെ പൊളിറ്റിക്സ്, അതിനകത്ത് ബി ജെ പി ആണിത് കൊണ്ടുവന്ന് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്ന് അമ്പലം അവിടെ പണിത് അവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. ഇപ്പം ചന്ദ്രശേഖർ എന്ന് പറയുന്ന പഴയ പ്രധാനമന്ത്രിയുടെ ഡയറി കുറിപ്പുകൾ 2 ദിവസം മുമ്പ് പല മീഡിയയിലും വരാൻ തുടങ്ങി. അദ്ദേഹം പ്രധാനമന്ത്രിയായ ഒരു സമയത്ത് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുമായിട്ടും രാം ജന്മഭൂമിയായിട്ടും ഒരു സൊല്യൂഷനി വന്നു കഴിഞ്ഞാൽ അവിടെ അമ്പലം പണിയാൻ അപ്പുറത്ത് പള്ളി മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് രാജീവ് ഗാന്ധി ഈ ചന്ദ്രശേഖർ മന്ത്രിസഭയെ താഴെയിടുന്നത്. കാരണം സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രാഷ്ട്രീയം മുതലെടുപ്പില്ലാതാകും. പിന്നെ 2 പോലീസുകാർ വന്നെന്നും രാജീവ് ഗാന്ധിയുടെ വീടിൻ്റെ മുമ്പിൽ നിന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്തുണ പിൻവലിക്കുക. പക്ഷേ യഥാർത്ഥ കാരണം അതായിരുന്നില്ല. രാം ജന്മഭൂമിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നു. ആ സൊല്യൂഷനാണ് മോദി കൊണ്ടുവന്നത്. ആ സൊല്യൂഷനോടുകൂടി ഇന്ത്യയിൽ ഈ അമ്പലവും മസ്ജിദുമായിട്ടുള്ള പ്രശ്നം എന്നേക്കുമായിട്ടങ്ങ് തീരുകയാണ്. അത് ഇന്ത്യ ഒരു കുതിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഒരു ഐക്കോണിക് ഫിഗറിൻ്റെ ടെമ്പിൾ, അതായത് ക്രൈസ്തവർക്ക് ബേദലഹേമെന്നും മുസ്ലിങ്ങൾക്ക് മെക്ക എന്ന് പറയുന്ന പോലെ ഹിന്ദുക്കളുടെ, അതായത് ഇന്ത്യക്കാരുടെ, ഹിന്ദുക്കൾ എന്ന വാക്ക് ഞാൻ അവരുടെ ഒരു ഐക്കോണിക് പിൽഗ്രിം സെൻ്ററായിട്ട് അയോധ്യ മാറട്ടെ. അതിലെല്ലാവരും സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇതേപോലെ വൃത്തികെട്ട ഞരമ്പ് രോഗികൾ, സാഹിത്യകാരൻ എന്ന് പറഞ്ഞവന്മാരൊക്കെ വന്ന് ഈ പുലമ്പുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.